ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഡിസംബർ 17 ഞായറാഴ്ച. എല്ലാവരും ഹാപ്പി അല്ലേ? നിഫ്റ്റി കുതിച്ചുയരുകയാണെങ്കിലോ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുമെന്ന് കരുതുന്നു. ഇങ്ങനെ പോയാൽ നിഫ്റ്റി എൻ്റെ ടാർഗറ്റായി 26,000, അതിന് ഒരു വർഷത്തെ ടാർഗറ്റാണ് 26,000 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പ് തന്നെ എത്തുമോ? ഒരു വർഷത്തിന് മുമ്പ് തന്നെ എത്തുമോ അറിയില്ല, കാത്തിരുന്ന് കാണാം നമുക്ക്. നിഫ്റ്റിയിലുള്ള എൻ്റെ ഒരു വ്യൂ ആദ്യം പറയാം. അപ്പോൾ നിഫ്റ്റി ഞാൻ പ്രതീക്ഷിക്കുന്നത് 21,700 ഒരു ചെറിയ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ റെസിസ്റ്റൻസ് 21,700 റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ കറക്ഷൻ സാധ്യതയുണ്ട്. പക്ഷേ അത് 21,700 ബ്രേക്ക് ചെയ്ത് ക്ലോസിംഗ് ബേസിസിൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ എനിക്ക് തോന്നുന്നത് പിന്നെ 22,500 1-2 മാസത്തിനുള്ളിൽ നിഫ്റ്റി ടച്ച് ചെയ്യാനുള്ള സാധ്യതയാണ് എനിക്ക് കാണുന്നത്. എന്തായാലും നിഫ്റ്റിയിൽ ഒരു ബുൾ റണ്ണാണ് പ്രതീക്ഷിക്കുന്നത്. ബൈ ഓൺ ഡിപ്പാണ് തീർച്ചയായിട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2.5 മാസമേ ആയിട്ടുള്ളൂ. ഈ 2.5 മാസത്തിനുള്ളിൽ ഞാൻ 9 സ്റ്റോക്കുകളാണ് നിങ്ങൾക്കായി പ്രസന്റ് ചെയ്തത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. ബാക്കി ചില FNO പൊസിഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ട്രേഡിംഗ് പൊസിഷൻസിനാണല്ലോ. ലോങ് ടൈമിന് വേണ്ടിയിട്ട് 9 സ്റ്റോക്കുകളാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 9 സ്റ്റോക്കുകളിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ 9 സ്റ്റോക്കുകളിൽ ഇതെല്ലാം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ട്രേഡിംഗ് സ്റ്റോക്ക് അല്ല. അവിടെ സ്റ്റോപ്പ് ലോസ് ഇല്ല. ലോസ് പ്രോബബിലിറ്റി നമ്മൾ 0 ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും, ലോസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ 9 സ്റ്റോക്കുകളിൽ 2 സ്റ്റോക്കുകൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റോക്കാണ് നവംബർ 15 വാങ്ങിച്ച ആലുവാലിയ കോൺട്രാക്ട്സ് എന്ന കമ്പനി. അത് 699 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. 872 എന്ന ഹൈ പോയിട്ടുണ്ട്. ഏകദേശം 25% അപ്പ് മൂവ് ആ സ്റ്റോക്ക് എനിക്ക് തന്നിട്ടുണ്ട്. 25% ഒരു മാസത്തിനുള്ളിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമുക്ക് ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 7% ആണ് ഒരു വർഷത്തിൽ കിട്ടുന്നത്. അത് നമുക്ക് 25% റിട്ടേൺ അല്ല അപ്പ് മൂവ് ഒരു സ്റ്റോക്ക് ഒരു മാസത്തിനുള്ളിൽ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ബിഗ് അച്ചീവ്മെന്റ്. പക്ഷെ നമ്മുടെയൊക്കെ ലോങ് ടേം പിക്ക് ആയതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് എന്തായാലും പ്രോഫിറ്റ് ഞാൻ 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള പ്ലാൻ ഇല്ല. അതിൻ്റെ ടാർഗറ്റ് ഷോർട്ട് ടേം ടാർഗറ്റ് പറഞ്ഞത് 1000 രൂപയാണ്. 872 ആയിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ചെയ്തപ്പോൾ 830 ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും 1000-ന് മുമ്പേ അതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമത്തെ സ്റ്റോക്കാണ് ദിവാലി മുഹൂർത്ത് ട്രേഡിങ്ങിൽ പറഞ്ഞ ലെമൺ ട്രീ ഹോട്ടൽ എന്ന സ്റ്റോക്ക്. അത് 113 രൂപ ആകുമ്പോഴാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 113 താഴെ അതൊരിക്കലും പോയിട്ടില്ല. അപ്പോൾ 123 വരെയുള്ള ഹൈ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം 120, 90, 121 ഈ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലും നമുക്ക് ഒരു അപ്പ് മൂവ് ആയിട്ടുള്ള 9% അപ്പ് മൂവ് ലെമൺ ട്രീ ഹോട്ടൽസും തന്നിട്ടുണ്ട്. ബാക്കി സ്റ്റോക്കുകളൊക്കെ ബാക്കി 7 സ്റ്റോക്കുകളിൽ ചിലത് ചെറിയ മുകളിൽ ക്ലോസ് ചെയ്തിട്ട് നിൽക്കുന്നു, ചിലത് കുറച്ച് താഴെയാണ്, ചിലത് കുറച്ച് മുകളിലാണ്. പക്ഷെ ഒരു സ്റ്റോക്ക് പോലും നമുക്ക് ഒരുപാട് കൺസേൺ ആവും വിധം താഴെ പോയിട്ട് നിൽക്കുന്നില്ല. വളരെ ഹൈയിൽ നിൽക്കുമ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്ത് പ്രസന്റ് ചെയ്യാന്ന് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എപ്പോഴും ടെൻഷനാണ്. ഈ സ്റ്റോക്ക് നമ്മൾ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ് പിക്ക് ചെയ്യുന്നത്. അത് എത്ര കറക്റ്റ് ചെയ്യും അത് നമ്മൾ പലരോടും പറയുന്ന ഒരു കാര്യമാണ്. അത് ഭയങ്കര ടെൻഷനാണ് അത്. പക്ഷേ അതിന്റെ സാധ്യത എപ്പോഴും കണക്കിലെടുത്തുകൊണ്ട് വേണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഒരു റിസ്കി ബിസിനസ് ആണ്. അപ്പോൾ അതിൽ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി നന്നായിട്ട് നമുക്ക് അത്യന്താപേക്ഷിതമാണ് അതിൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന സ്റ്റോക്ക് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ബാങ്കിങ് സ്റ്റോക്കും ഒരു സ്വിംഗ് ട്രേഡ് അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോക്കുമാണ്. അങ്ങനെ 2 സ്റ്റോക്കാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം വീഡിയോയിൽ നമ്മൾ ഈ സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. അത് ഈ പ്രസന്റ് ലെവലിൽ വാങ്ങിക്കണോ, വേറെ ഏത് ലെവലിലാണ് വാങ്ങിക്കേണ്ടത്, ഏത് ലെവലിലാണ് ആവറേജ് ഔട്ട് ചെയ്യേണ്ടത്, എല്ലാം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക.
കാരണം നമ്മൾ സ്റ്റോക്ക് സെലക്ഷന്റെ കാര്യത്തിൽ, സ്റ്റോക്ക് പിക്കിങ്ങിന്റെ കാര്യത്തിൽ വളരെ അശ്രദ്ധരാണ്. മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മളതിൽ നോക്കും കുത്തുണ്ടോ, പുള്ളിയുണ്ടോ, പുഴുക്കേടുണ്ടോ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുക. പക്ഷേ സ്റ്റോക്ക് വാങ്ങിക്കേണ്ട കാര്യത്തിൽ എന്താ, ആരെങ്കിലും ഒരാൾ പറഞ്ഞു, നമുക്ക് വിശ്വാസമാണ് ആളെ, ശരി ഈ ടിപ്പ്, നേരെ പോയി സ്റ്റോക്ക് വാങ്ങിച്ചു. അതിനുശേഷം ചിലപ്പോൾ നമ്മൾ എല്ലാ പണവും ഒരു സ്റ്റോക്കിൽ കൊണ്ടിടും. ടിപ്പ് അയാൾ തന്ന ടിപ്പ് അയാൾക്ക് ഒരിക്കലും തെറ്റില്ല എന്നുള്ളൊരു അന്ധവിശ്വാസം ഉണ്ടാകും. അങ്ങനെ പൈസ കൊണ്ടിടും, പൈസ പോവും. അവസാനം പിന്നെ നമ്മൾ അയാളെ കുറ്റം പറയും, നമ്മളുടെ ലക്കിനെ കുറ്റം പറയും, അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ വളരെ വളരെ ശ്രദ്ധിച്ച് മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്റ്റോക്ക് അനലിസ്റ്റുമല്ല. എൻ്റെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് സ്വയം അനലൈസ് ചെയ്ത ഒരു സ്റ്റോക്ക് മാത്രമാണ്. അത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി നിങ്ങൾക്ക് മുമ്പേ സമർപ്പിക്കുകയാണ്. ഇക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്, അതാണ് ആദ്യത്തെ സ്റ്റോക്ക് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് ഒരു മൾട്ടി ബാഗർ സ്റ്റോക്ക് ആകാനുള്ള സാധ്യത ഉണ്ടെന്ന് ആദ്യം ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം ഒരു വർഷം മുന്നേ ആണ്. എക്സാക്ട് ഡേറ്റ് പറഞ്ഞാൽ ഡിസംബർ 14, 2022. ഇന്നിപ്പോൾ ഡിസംബർ 17, 2023, എക്സാക്ട്ലി ഒരു വർഷം മുന്നേ. അപ്പോൾ അന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനത് ചെറിയൊരു എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. 60 രൂപയിലാണ് ഞാൻ അന്ന് എൻട്രി എടുത്തത്. ആ സ്റ്റോക്കിൽ 100 ഷെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 60 രൂപയിൽ. അതിനുശേഷം കുറച്ച് മുകളിലൊക്കെ പോയപ്പോൾ 70 രൂപ, 75 രൂപ ഒന്ന് ബുക്ക് ചെയ്തു. പിന്നെ വീണ്ടും 63 കയറി. അപ്പോൾ എൻ്റെ ആവറേജിങ് ഹോൾഡിങ്ങിന്റെ പ്രൈസ് കാണിക്കുക ഏകദേശം 63 രൂപയായിരിക്കും. പക്ഷെ ഞാൻ ഈ സ്റ്റോക്കിൽ ആദ്യം എൻട്രി ചെയ്ത് 60 രൂപയാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ ഫ്രൈഡേ അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് 108 എന്ന നിലയിലാണ്. അപ്പോൾ ഈ 108 എന്ന നിലയിലും എനിക്ക് തോന്നുന്നു ഈ സ്റ്റോക്കിന് ഇനിയും മുന്നോട്ട് പോകാനുള്ള മൾട്ടി ബാഗർ സ്റ്റോക്ക് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് കാരണം ആ സ്റ്റോക്ക് ഞാൻ ഇവിടെ എക്സിറ്റ് ചെയ്യുന്നില്ല എന്തായാലും. ഈ സ്റ്റോക്കിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. ഈ സ്റ്റോക്ക് ഒരു സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആണ്. എന്താണ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്? സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഇൻകം ഇൻഡിവിജ്വൽസിനും ചെറിയ ചെറിയ ബിസിനസ്സിനും ഒക്കെ ബാങ്കിങ് സർവീസസ് കൊടുക്കുന്ന ഒരു ബാങ്കിനെയാണ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്മോൾ ഫൈനാൻസ് ബാങ്ക് അധികം ചെയ്യുന്ന റൂറൽ ഏരിയാസിലൊക്കെയാണ് അവർ അധികം ഓപ്പറേഷൻ ചെയ്യുക. ഫാർമേഴ്സിന് വേണ്ടിയിട്ടും നമുക്ക് പലചരക്ക് പച്ചക്കറി കടകൾക്ക് വേണ്ടിയിട്ടും ചെറിയ ബിസിനസ്സുകാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ട ബാങ്കിങ് സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഈ സ്മോൾ ഫൈനാൻസ് ബാങ്ക്. ഇപ്പോൾ സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഇന്നത്തെ കാലത്ത് വളരെ ഒരു ഗ്രോത്ത് ഓറിയന്റഡ് സെക്ടറാണ്. ആ സെക്ടറിലുള്ള മറ്റ് ബാങ്കുകളാണ് ഉജ്ജീവൻ സ്മോൾ ഫൈനാൻസ് ബാങ്ക്, AU സ്മോൾ ഫൈനാൻസ് ബാങ്ക്, നമ്മുടെ നാട്ടിലുള്ള ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്നീ കമ്പനികളാണ് ഇവർക്ക് ഇതേ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന മറ്റ് ബാങ്കുകൾ. അപ്പോൾ ഈ സ്മോൾ ഫൈനാൻസ് ബാങ്ക് 50% അവരുടെ ബിസിനസ്സിൽ അവർക്ക് 25 ലക്ഷത്തിന് താഴെയുള്ള ലോണുകളാണ് കൊടുക്കേണ്ടത്. RBI റൂൾ പ്രകാരം അവരുടെ ലോണുകളിൽ 50% കൂടുതൽ 25 ലക്ഷത്തിൽ താഴെയുള്ള ലോണുകളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് ബാങ്കിനെ കുറിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ ഈ ബാങ്കിന് ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളിൽ പ്രസൻസ് ഉണ്ട്. 18 സംസ്ഥാനങ്ങളും 900-ലധികം ബ്രാഞ്ചുകളും 350-ലധികം ATMകളും ഉള്ള ഒരു ബാങ്കാണ് ഇക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്. അപ്പോൾ ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകിട ബിസിനസ് ലോണുകൾ, വെഹിക്കിൾ ലോണുകൾ, ഹോം ലോൺ, പിന്നെ മൈക്രോ ഫൈനാൻസിങ്. അപ്പോൾ മൈക്രോ ഫൈനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺസെക്യൂർഡ് ലോൺസ് ആണ്. ഈ അൺസെക്യൂർഡ് ലോണ് അവർക്ക് മൊത്തം ബിസിനസ് പോർട്ട്ഫോളിയോയുടെ ഒരു 19% മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു കുറച്ച് സേഫ്റ്റി മെഷർ ഉണ്ട്. കാരണം അതിന് ഈടുകളൊന്നുമില്ല. ബാക്കി എല്ലാത്തിനും ഹോം ലോൺ ആണെങ്കിൽ വീടായിട്ടുള്ള ഈടുണ്ട്, അല്ലെങ്കിൽ വെഹിക്കിൾ ആണെങ്കിൽ വെഹിക്കിൾ ഒരു ഈടുണ്ട്. അപ്പോൾ മൈക്രോ ഫൈനാൻസിലെ ഈടില്ല. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ സ്റ്റോക്കിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 12,193 കോടിയാണ്. EPS 6.64 ആണ്. പ്രൈസ് ഏർണിംഗ് 16.27. സെക്ടർ PE 25.64 ആണ്. അതിന് അഗൻസ്റ്റ് ആയിട്ട് ഇവരുടെ PE 16.27 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചെറിയ പോസിറ്റീവ് ആണ്. ബുക്ക് വാല്യൂ 45.86 ആണ്. പ്രൈസ് ടു ബുക്ക് 2.36 ആണ്. അപ്പോൾ ഇയർ ഓൺ ഇയർ ഈ ബാങ്ക് നല്ലൊരു ഗ്രോത്ത് തന്നിട്ടുണ്ട്. ഞാനത് സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ നിങ്ങൾക്ക് ഗ്രോത്ത് നോക്കാം. അതിന്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. 2018, 19, 20, 21, 22, 23
ഈ 5 വർഷങ്ങളിൽ ബാങ്ക് നല്ലൊരു ടോട്ടൽ ഇൻകം വിത്ത് ടോട്ടൽ ഏർണിങ്സ് നല്ല ഗ്രോ ആയിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് താഴെ കാണാം അവരുടെ നെറ്റ് പ്രോഫിറ്റും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഈ 5 വർഷത്തിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഏർണിങ്സിലുണ്ട്, നെറ്റ് പ്രോഫിറ്റിലുണ്ട്. ഈ ബാങ്കിന്റെ ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട്, അതായത് സെപ്റ്റംബർ 2023 റിസൾട്ട് വളരെ നല്ലതായിരുന്നു. അതിന്റെ ടോട്ടൽ ഇൻകം 1147 കോടിയായിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് 1540 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇയർ ഓൺ ഇയർ ഇൻകം ഗ്രോത്ത് വളരെ നല്ലതാണ്. ഈവൻ ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ഒരു തരക്കേടില്ലാത്ത ഗ്രോത്ത് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ അവരുടെ ഇൻകം ആയിരുന്നു 1425 കോടി. ഇപ്പോൾ ഈ ക്വാർട്ടറിൽ അവരുടെ ഇൻകമാണ് 1540 കോടി. അപ്പോൾ ആ ഗ്രോത്ത്, ഇൻകം ഗ്രോത്ത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ഉണ്ടായിട്ടുണ്ട്, ഇയർ ഓൺ ഇയറും ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് മുന്നേ 116 കോടിയായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം അത് 198 കോടിയായിട്ട് സെപ്റ്റംബർ ക്വാർട്ടറിൽ ഉയർന്നിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ അടിപൊളി നല്ലൊരു ഗ്രോത്ത് തന്നിട്ടുണ്ട്. അതുകൂടാതെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഇറ്റ് വാസ് 191 ക്രോർ ആയിരുന്നു ജൂൺ ക്വാർട്ടറിൽ. സെപ്റ്റംബർ ക്വാർട്ടറിൽ അത് 198 കോടിയായിട്ട് നെറ്റ് പ്രോഫിറ്റും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ഇയർ ഓൺ ഇയറും നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ബാങ്ക് കാഴ്ചവെച്ചിട്ടുള്ളത് ഫൈനാൻഷ്യൽ റിസൾട്ടിൽ. അതുകൂടാതെ EPS 0.93 നിന്ന് 1.77 ആയിട്ട് ഉയർന്നിട്ടുണ്ട് ഇയർ ഓൺ ഇയർ. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 1.72 നിന്ന് 1.77 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. NPA കുറഞ്ഞിട്ടുണ്ട്. ഇത് 430 കോടിയിൽ നിന്നും 279 കോടിയായിട്ട് ഇയർ ഓൺ ഇയർ കുറഞ്ഞിട്ടുണ്ട് നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. അപ്പൊ അത് വളരെ നല്ല പോസിറ്റീവാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അത് 325 കോടിയിൽ നിന്ന് 279 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ബാങ്കിന്റെ പെർഫോമൻസ്. ഈ ബാങ്കിന്റെ കാസ റേഷ്യോയും അസറ്റ് ക്വാളിറ്റിയും കൺസിസ്റ്റന്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്ലിപ്പേജസ് കുറയുന്നുമുണ്ട്. പിന്നെ ഒരു കൺസേൺ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിൻ പ്രഷർ കുറച്ചു കാലത്തേക്കും കൂടി ഉണ്ടാവുമെന്നാണ് ബാങ്കിന്റെ ഒഫീഷ്യൽസ് പറയുന്നത്. അപ്പോൾ അത് മാനേജ്മെന്റ് പറയുന്നത്. അപ്പോൾ NIM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 9% നിന്ന് ഏകദേശം 8.5 താഴാനുള്ള സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ NIM മാത്രമാണ് ഒരു ചെറിയ നെഗറ്റീവ് ആയിട്ടുള്ളത്. അത് ഡൗൺ ദ ലൈൻ മുന്നോട്ട് പോകുന്തോറും അതിലും ഇമ്പ്രൂവ്മെന്റ് വന്നേക്കാം. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 44% DISും 18% FIIസും 38% പബ്ലിക്കുമാണ് ഈ സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യുന്നത്. ഈ ബാങ്കിൽ വന്നിരിക്കുന്ന ഒരു ന്യൂസ്, ഇപ്പോൾ സീനിയർ പ്രസിഡന്റായി ജോലി നോക്കുന്ന അശ്വിനി ബിസ്വാൽ ജനുവരി മുതൽ ബാങ്കിന്റെ പുതിയ ചീഫ് കംപ്ലയൻസ് ഓഫീസറായിട്ട് സ്ഥാനമേൽക്കുന്നതായിരിക്കുമെന്നാണ്. സുഹൃത്തുക്കളെ, എൻ്റെ ബാങ്കിങ് സ്റ്റോക്കിനെ വിലയിരുത്താനുള്ള എൻ്റെ പരിമിതമായ അറിവിൽ നിന്നും ഉൾക്കൊണ്ട ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് പൂർണ്ണമായി കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാനൊരു പുതിയ ഇൻവെസ്റ്ററാണ്, ഈ സ്റ്റോക്ക് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇല്ലെങ്കിൽ ഈ സ്റ്റോക്ക് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 108 എന്ന നിലയിലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് 108 വാങ്ങിക്കുമോ? സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ 50%, അതായത് ഞാൻ ഈ സ്റ്റോക്കിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശിച്ച ഫണ്ടിന്റെ 50%, 103-നും 110-നും ഇടയിൽ ഞാനൊരു 50% ഇതിന് ഈ സ്റ്റോക്ക് വാങ്ങിക്കാനായിട്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്യും. മിക്കവാറും 108 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് SGS നിഫ്റ്റി കുറച്ച് താഴെയാണ്. ചിലപ്പോൾ നമുക്ക് 106-നൊക്കെ കിട്ടിയേക്കാം. ഇപ്പം 103-ന് ചെറിയ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ 103-നും 108-ഓ 110-നോ ഇടയിൽ നമുക്കിത് 50% വാങ്ങിക്കാം. അതിനുശേഷം കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ 90-93-ഇടയ്ക്ക് ബാക്കിയുള്ള 50% വാങ്ങിക്കാം. മൊത്തത്തിൽ ഇതിന്റെ പോക്ക് കാണുമ്പോൾ ഓൾറെഡി ബ്രേക്ക് ഔട്ട് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് 108 നിന്ന് ചിലപ്പോൾ 120, 122 വരെ ഇമ്മീഡിയറ്റ് ആയിട്ട് പോയേക്കാം. 122 പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് ചിലപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് 103-ൽ വരാം. 103, 122 എന്ന റേഞ്ചിൽ കുറച്ച് മാസങ്ങൾ ചിലപ്പോൾ ചിലവഴിച്ചേക്കാം. അതല്ല 125 ക്ലോസിംഗ് ബേസിസിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 140, 145 വരെ പോകാനുള്ള സാധ്യതയും അടുത്ത ഒരു 3 to 4 മന്ത്സിൻ്റെ ഉള്ളിൽ ഉണ്ട്. പിന്നെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഇത് കൺസോളിഡേറ്റ് ചെയ്യും, കറക്റ്റ് ചെയ്യും. നമ്മളതൊന്നും ടെൻഷൻ എടുക്കണ്ട. നമ്മളുടെ ടാർഗറ്റ്, എൻ്റെ ടാർഗറ്റ് ഈ സ്റ്റോക്കിന് വേണ്ടിയിട്ട്
ടാർഗറ്റ് ഒന്നും നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല സ്റ്റോക്കിൽ, പക്ഷെ നമ്മളൊരു ഉദ്ദേശം വെച്ച് പറയുന്നതാണ്. ഈ ടാർഗറ്റിന് ഈ ബാങ്കിൽ എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 4 years ഐ എം എക്സ്പെക്ടിങ് ഇറ്റ് ടു റീച്ച് അറൌണ്ട് 300 rupees ആണ് എൻ്റെ ടാർഗറ്റ് ഈ സ്റ്റോക്കിൽ. അതിൻ്റെ അടുത്ത സ്റ്റോക്ക് ഒരു സ്വിംഗ് ട്രേഡ് അല്ലെങ്കിൽ പൊസിഷണൽ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്കാണ്. ലോങ് ടേമിന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കമ്പനിയാണ്. പക്ഷേ ഇത് ആ കമ്പനിയുടെ പേരാണ് ഏഷ്യൻ പെയിന്റ്സ്. എല്ലാവർക്കും സുപരിചിതമായ ഒരു കമ്പനിയാണ് ഏഷ്യൻ പെയിന്റ്സ്. ഏഷ്യൻ പെയിന്റ്സ് ഈ ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്ന 3315 എന്ന നിലയിലാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ഓൾറെഡി ബ്രേക്ക് ഔട്ട് ചെയ്ത് തന്നു കഴിഞ്ഞു. ഞാൻ ഈ സ്റ്റോക്ക് 3230 ആണ് ഈ സ്റ്റോക്കിൽ ഞാൻ എൻട്രി ചെയ്തത്. ഒരു ട്രേഡിംഗ് പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അതിന്റെ നല്ല ബിൽട്ടപ്പ് ഉള്ള കാരണം എടുത്താണ്. എല്ലാ ദിവസവും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല, അത് കാരണം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പറ്റിയില്ല. അതൊരു കോൾ പൊസിഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം അത് 3315 എന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏഷ്യൻ പെയിന്റ്സ് ഇമ്മീഡിയറ്റ്ലി ഒരു വിതിൻ എ വീക്സ് ടൈം ഒരു 100 രൂപ 120 രൂപ ഒക്കെ പോയിട്ട് അതിന്റെ ടാർഗറ്റ് 3400 3450 വരെ എത്താനുള്ള സാധ്യതയുണ്ട് ഒരു 10 ഡേയ്സിനുള്ളിൽ. അതാണ് ഒരു സ്വിംഗ് ട്രേഡിന്റെ പോസിബിലിറ്റി. ഒരു പൊസിഷണൽ ട്രേഡർ ആണെങ്കിൽ മേ ബി ദി സ്റ്റോക്ക് ക്യാൻ റീച്ച് അപ് ടു 3600 3700 വരെ പോകാനുള്ള സാധ്യത 2-3 മാസങ്ങൾക്കുള്ളിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യുക, കമന്റ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പലരും പറയാറുണ്ട് അവർക്ക് വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. കാരണം നിങ്ങൾ ആ ബെൽ ഐക്കണിൽ ചിലപ്പോൾ ക്ലിക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.